കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മേഖലകളിലും തകരപ്പെട്ട ഒരു മനുഷ്യനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇയ്യോബ്, അല്ലേ? സാമ്പത്തിക മേഖലകൾ തകർന്നു, അധ്വാന ഫലങ്ങൾ നഷ്ടപ്പെട്ടു, മക്കൾ മുഴുവൻ ആൾക്കാരും 10 മക്കൾ മരണപ്പെടുന്ന സാഹചര്യം, സ്തോത്രം എല്ലാവരും കൈവിടപ്പെടുന്ന സാഹചര്യം. മാത്രമല്ല, അടുത്ത് നമ്മൾ വായിക്കുന്ന അവരുടെ ശരീരം മുഴുവൻ വ്രണത്താൽ നിറയപ്പെട്ട് സ്തോത്രം പുഴുവരിക്കുന്ന രീതിയിലേക്ക് അവൻ്റെ ശരീരം മാറുന്ന ഒരു മേഖല നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇങ്ങനെ എല്ലാ രീതിയിലും അവൻ തകരപ്പെടുവാനിട വന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കൾ മനസ്സിലാക്കുക, അങ്ങനെ തകർന്നിരിക്കുന്ന ഇയ്യോബിൻ്റെ അടുക്കൽ വന്ന് ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന അവൻ്റെ സ്നേഹിതന്മാർ എലീഫാസ്, ബിൽദാദ്, സോഫർ, ഈ 3 വ്യക്തികൾ അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം വേദനിപ്പിക്കുന്ന സ്തോത്രം ആശ്വാസകന്മാരായി മാറി. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിക്കുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ഇതായിരുന്നു അവൻ്റെ അവസ്ഥ, അല്ലേ? 10 വട്ടം അവർ നിന്ദിപ്പാനിട വന്നു. ഇതെല്ലാം മനസ്സിലാക്കിയത് ഇയ്യോബ് എന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചിനോ മനുഷ്യനോ നമ്മുടെ ജീവിതത്തിലേക്ക് സ്തോത്രം വരുത്തുവാൻ കഴിയുന്ന മേഖലകളാണ് കഷ്ടതകൾ, അല്ലേ? പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടത്താൻ കഴിയും. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു ദൈവപൈതന് ഉറപ്പോടെ പ്രത്യാശയോടെ വിളിച്ചു പറയാൻ കഴിയും, എനിക്ക് അവൻ്റെ മുഖത്തെ കാണാൻ കഴിയും. അത് അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഞാൻ ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും എന്ന് പറഞ്ഞതിനർത്ഥം ഒരു കഷ്ടതയ്ക്കും ഒരു ബുദ്ധിമുട്ടിനും ഒരു നിന്ദയ്ക്കും ഒരു ആക്ഷേപത്തിനും ഒരു പരിഹാസത്തിനും ഒരു പ്രതിസന്ധികൾക്കും എന്നെയോ നിങ്ങളെയോ തകർക്കുവാൻ കഴിയത്തില്ല. കഷ്ടതയിൽ നിന്ന് നമ്മളെ അതിജീവിച്ച് ദൈവകൃപയിലേക്ക്, ദൈവിക പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നൊരു സ്നേഹമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയാം, നമ്മൾ തകർന്നു പോകുകയില്ല, നമ്മൾ ശൂന്യമാകി പോകുകയില്ല, നമ്മൾ ഉടയപ്പെടുകയില്ല. ദൈവം നമ്മളെ നിശ്ചയമായി പണിയും. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നാം ദൈവത്തെ കാണുവാൻ തക്കവണ്ണം ഇടവരും. ദൈവം അതിനായിട്ട് നമ്മളെ ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. കൂടെ ഇരുന്നാട്ട് ബലപ്പെടുത്തിക്കാണ്ട് ശക്തീകരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.